കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക് ആൻഡ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോ മിഷിൻ്റെ എപ്പിസോഡ് 38 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലോങ് വീഡിയോ ആണ് എനിക്ക് ഇഷ്ടമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും ചെറിയൊരു ടാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, അടുത്ത 5 വീഡിയോയ്ക്ക് നിങ്ങൾക്ക് 1.3K ലൈക്സ് വെച്ച് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും 6ാമത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഒരു 1.5 ലോങ് വീഡിയോ ആയിരിക്കും കാത്തിരിക്കാനായിട്ട് പോകുന്നത്. സോ ലൈക്ക് ചെയ്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിംഗ് ബ്രോ നമുക്ക് വീണ്ടും 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ സപ്പോർട്ട്. അതേപോലെ തന്നെ സൂപ്പർ താങ്ക്സ് ഒക്കെ തരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരിയധികം കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഗൈസ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് തരാൻ പറ്റില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിന് പകരമായിട്ട് ആ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ടല്ലോ, അതെന്തായാലും ഒന്ന് അമർത്താൻ മറക്കേണ്ട. കാര്യം നിങ്ങൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കൂടിയാണ് അർത്ഥം. അതുകൊണ്ട് ഇപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ഇയോൺ പറയുകയും ചെയ്യും, എല്ലാവരും ഹോൻ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് പെട്രേച്ചി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ എനിക്ക് 2 വിറ്റ്നസസിനെ കണ്ടെത്താനുണ്ട്. ഇത് കേട്ടപ്പോൾ അവരൊന്ന് ഞെട്ടി. പെട്രേച്ചും പിന്നെ 6 സെറ്റ്സിലെ മെയിൻ ചീഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ലേഡി ബീനെ എത്രയും പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ അവർ വന്നു കിട്ടിയ നേരത്ത് കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അതിനു മുമ്പ് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ആയിരിക്കണം. മൈലോഡ്, താങ്കളെയും കൂടെ കൂട്ടി ഏകദേശം 4 എൽഡേഴ്സ് ആണ് കറന്റ് ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ളത്. അതിലൊരാളത് ലോണിന് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ചോയ്സ് 9th എൽഡർ ആയിരിക്കും എന്നാണ്. ചാക്കിന്റെ ഇന്നൽ വൂൺസ് ഒക്കെ ഒന്ന് ട്രീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്തായാലും 9th എൽഡറിനെ കാണാൻ പോകണം. അപ്പോൾ ലോഡ്, താങ്കൾക്ക് എന്തൊരു പ്ലാൻ ഉണ്ടല്ലേ? അതെ, നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ദി ഡിമോണിക് റീച്ചിങ് സോർഡ് സെറ്റിലേക്കാണ്. മൂ ഹ്വാ ഇയോൺ, അവളാണ് ഡിമോണിക് റീച്ചിങ് സോർഡ് സെറ്റിന്റെ 10th എൽഡർ. ഈ 12 എൽഡേഴ്സിൽ വെച്ച് 4ാമത്തെയും പിന്നെ 10ാമത്തെ എൽഡേഴ്സ് മാത്രമാണ് വുമൻസ് ആയിട്ടുള്ളത്. അതിൽ 4ാമത്തെ എൽഡറിന്റെ പേര് സോയു ഹാങ് എന്നാണ്. ഈ ഡിമോണിക് റീച്ചിങ് സോർഡ് സെറ്റ് എന്ന് പറഞ്ഞത് ടെക്നിക്കലി ഒരു ഒഫീഷ്യൽ സെക്ട് ആണെങ്കിലും എന്നാൽ റിയാലിറ്റിയിൽ അവള് മാത്രമാണ് ആ സെറ്റ്സിലെ ഒരേ ഒരു മാർഷൽ ആർട്ടിസ്റ്റ്. അത് മാത്രമല്ല, അവിടെ മിനിമമുള്ള എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അതൊരു സെക്റ്റായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. ഈവൻ പെട്രിയച്ച് വരെ 2 എൽഡേഴ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാറുണ്ട്. ആ അവോയ്ഡ് ചെയ്യുന്ന 2 പേരിൽ ഒരാൾ നേരത്തെ പരിചയപ്പെട്ട 11th എൽഡറുള്ള ഉയി ഹ്വാനാണ്, ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിലെ. 2ാമത്തത് എൽഡർ മൂ ഹ്വാൻ ഇയോൺ ആണ്, ഡിമോണിക് റീച്ചിങ് സെറ്റിലെ. അവള് ആകെപ്പാട് പുറത്ത് വരുന്നത് നമ്മുടെ പെട്രിയച്ചും ബാക്കിയുള്ള എൽഡേഴ്സുള്ള മീറ്റിംഗ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ പെട്രിയച്ച് ഡയറക്റ്റ്ലി ഒരു ഓർഡർ കൊടുക്കുമ്പോഴോ മാത്രമാണ്. അല്ലെങ്കിൽ ആ സെറ്റിൽ നിന്ന് പുറത്തു പോലും അവൾ വരാറില്ല. പക്ഷേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവള് നമ്മുടെ ഷാഡോ സെറ്റിന്റെ അതേപോലെ സോർഡ് സെറ്റിന്റെ ചീഫുമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെത്തിയെന്ന്. ഷാഡോ സെറ്റും സോർഡ് സെറ്റുമായിട്ടോ? അതെ, അത് പറയപ്പെടുന്നത് വാൾസിന്റെ പുറകിലുള്ള ഒരു മൗണ്ടൻ ടോപ്പിൽ വെച്ചാണ്. സത്യം പറഞ്ഞാൽ ആൾക്കാർ അയച്ചിരുന്നു സ്പൈ ചെയ്യാനായിട്ട്. എന്നാൽ അവരെത്രത്തോളം സ്കിൽ ആയതുകൊണ്ട് തന്നെ അധികം അടുത്തേക്കൊന്നും പോകാൻ സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ ആ മീറ്റിംഗിൽ പലർക്കും നല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടിയും അതിനുശേഷം അവൾ വീണ്ടും ഉള്ള മാൻഡറിലേക്ക് പോകും, പിന്നെ പുറത്തു വരാറില്ല പെട്രേച്ച് പറയാതെ. അതുകൊണ്ട് 7 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെട്രേച്ച് സ്പൈ ചെയ്യുന്നത് നിർത്തിയിരുന്നു. പക്ഷേ ഉള്ളത് പറയാം, അവൾ ഇപ്പോഴും ഒരു ലോ ലിസ്റ്റിലാണുള്ളത് എൽഡേഴ്സിന്റെ പട്ടികയിൽ. പക്ഷേ അത് അവൾക്ക് സ്പെഷ്യലായുള്ള അച്ചീവ്മെൻറ്റ്സും പിന്നെ അലൈഡ് ഫോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ മാർഷൽ പവേഴ്സ് അവൾ എന്നെക്കാട്ടും മുന്നിലാണ്. സർലി, താങ്കളെക്കാട്ട് സ്ട്രോങ്ങർ ആണെന്നോ? അതെ, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ എനിക്ക് എപ്പോഴും അറിഞ്ഞൂടാ നീ അവളുടെ അടുത്തേക്ക് തന്നെ പോകണമെന്ന്. കാര്യം അവൾ ശരിക്കും നല്ല ചൂടത്തെയാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസും ഉണ്ട്. സോ കൺവിൻസ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് കൺവിൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കൺവിൻസ് ചെയ്യാനും പറയത്തില്ല. മൈലോഡ്, നമ്മളിത് ഡിമോണിക് റീച്ചിങ് സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയല്ലേ? പിന്നെ കാണിക്കുന്നത് അതിന്റെ എൻട്രൻസ് ആണ്. അല്ല, ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഹിയോ ബൊങ്ങോടെ കൊട്ടുകയും ചെയ്യും. പതുക്കെ ആ കഥ തുറക്കുകയും ചെയ്യും. എന്നിട്ട് ഒരാൾ ചോദിക്കുകയും ചെയ്യും, അല്ല, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഇദ്ദേഹം 12th എൽഡറായുള്ള ഇയോൺ ചിയനാണ്. അദ്ദേഹത്തിന് 10th എൽഡറിനെ കാണണമെന്നുണ്ട്. സോ അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടേക്ക് വന്നത്. 12th എൽഡറോ? ഈ പയ്യനോ? ഇവനാകെപ്പാടെ 20 വയസ്സുള്ളല്ലോ. എനിക്ക് തോന്നുന്നില്ലല്ലോ. എനിക്കറിയാൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കയ്യിലുണ്ടാകുന്ന ആ ഒരു എംബ്ലം എടുത്ത് കാണിക്കും. അയ്യോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇപ്പം തന്നെ മെസ്സേജ് പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ നിരാകത്തേക്ക് പോകും. അങ്ങനെ കുറച്ചധികം സമയം കടന്നു. അതിനുശേഷം അവൻ പതുക്കെ പുറത്തേക്ക് വരും. അല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പെട്രേച്ചാണോ നിങ്ങളിവിടേക്ക് അയച്ചത്? അല്ല, എന്തു പറ്റി? എങ്കിനോട് ക്ഷമിക്കണം എൽഡർ ചിയോൺ, ഞങ്ങളുടെ ചീഫിനെ താങ്കളോട്ട് കാണാൻ ഒരാഗ്രഹമില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് അവൾ ഡോറിൻ്റെ അവിടെ വന്ന് എന്നെ കാണുന്നെങ്കിലും പ്രതീക്ഷിച്ചു. പുള്ളിക്കാരി ശരിക്കും സ്റ്റബോൺ ആണല്ലേ. അപ്പോൾ മറ്റെന്തെങ്കിലും വഴി ഞാൻ കണ്ടെത്തണമല്ലോ. ഒരു കാര്യം ചെയ്യാം, അവളുടെ മാർഷൽ ആർട്ട് സ്പിരിറ്റിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അവന്നേരെ അവൻ്റെ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ ചുറ്റിന് ഒരു എനർജി വരികയും എല്ലാവരും ഞെട്ടുകയും ചെയ്യും. മൈലോഡ്, എന്ത് പറ്റി? അതിനുശേഷം അവനത് പെട്ടെന്ന് വിഡ്രോ ചെയ്യും. എനിക്ക് തോന്നുന്നു സാർ ലീ പറഞ്ഞത് ശരിയാണ്, ഇവള് ചെറിയ പ്രശ്നക്കാരിയാണ്.
എങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യോ, ഞാൻ അവസാനമായിട്ട് പറയുന്ന ഈ മെസ്സേജ് കൂടെ ഒന്ന് പാസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? തീർച്ചയായും. നീ ഷാഡോ സെറ്റിന്റെയും സോഡ് സെറ്റിന്റെ പാതയാണോ പിന്തുടരാൻ പോകുന്നത്? ഇതൊന്നും അവിടേക്ക് എത്തിച്ചോളുവോ? തീർച്ചയായും ഒന്നിവിടെ വെയിറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ താങ്കൾ എവിടേക്ക് വന്നത് അവളുടെ ജേഡ് മെഡലിൽ മേടിക്കാനായിട്ടല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ എവിടേക്ക് വന്നത് അവളൊരു ബൈസ്റ്റാൻഡർ ആയിരിക്കുമോ അതോ ഒരു എനിമിയാണോന്ന് അറിയാനായിട്ടാണ്. ഓ, അപ്പൊ ജേഡ് മെഡലിന് വേണ്ടി മാത്രമല്ല താങ്കൾ എവിടേക്ക് വന്നത്. അവളെന്തായാലും ഒരു ബൈസ്റ്റാൻഡർ ആയാൽ മതിയായിരുന്നു. അടുത്ത സെക്കൻഡിലാണ് പെട്ടെന്ന് ഒരു എനർജി അതിൻ്റെ അകത്തുനിന്ന് വന്നത്. ഈ സമയത്ത് ഇയാളുടെ നോക്കി ചിരിക്കുകയും ചെയ്യും. അല്ല, ഞങ്ങളുടെ ചീഫ് താങ്കളെ എസ്കോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് അവരതിൻ്റെ അകത്തേക്ക് നടക്കുന്നതാണ്. ചീഫ്, ഞാൻ ഗസ്റ്റിന് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എങ്കിൽ പൊക്കോളൂ, ഞാനിത് സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ 10th എൽഡറുള്ള മൂ ഹ്വാൻ ഇയോനെ കാണുന്നത്. സോ ഇതാണല്ലേ 10th എൽഡർ. അല്ല, അവിടെ വലിയ സോഡില്ലേ? അവൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? പെട്ടെന്നാണ് അവൾ താഴേക്ക് ഇറങ്ങി വന്നത്. ഗ്രീറ്റിംഗ്സ് 10th എൽഡർ, ഞാൻ ഇയോൺ സിയോൺ 12th എൽഡറാണ്. പെട്ടെന്നാണ് അവൾക്കറിയത്. എന്തിനാണ് നീ ഇവിടേക്ക് വന്നത്? ഞാൻ നിന്റെ ചിയോൺ ലിനിയേജും സ്റ്റാറ്റസും എൽഡറും ഒരു കോപ്പും റെസ്പെക്ട് ചെയ്തില്ല. അതെന്റെ ഭാഗത്തുനിന്ന് നീ പ്രതീക്ഷിക്കൊന്നും വേണ്ട. പിന്നെ പെട്രിയച്ചല്ലാതെ ഒരാളുടെ മുന്നിൽ പോലും ഞാൻ തല കുനിക്കത്തുമില്ല. ഓ, അപ്പൊ ഇവള് ശരിക്കും ചൂടത്തിയാണല്ലേ. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ സോഡ് പുറത്തെടുത്തു. നീ എന്താണ് പറഞ്ഞത്? അവന്മാരോട്ടുള്ള സെയിം പാത്തിൽ ഞാൻ പോകുമെന്നോ? ആ ട്രേറ്റേഴ്സുമായിട്ട് നീ എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ എന്നെ കമ്പയർ ചെയ്തത്? ഞാൻ നിന്നൊരു പാഠം പഠിപ്പിച്ചു തരാന്നുണ്ട്. പെട്ടെന്നാണ് ഇയോൻ്റെ നേരെ അവൾ ഓടി വന്നത്. ആ സമയത്ത് തന്നെ ഇയ്യോ പറയും ചെയ്യും, മൈലോഡ് ഒന്ന് സൂക്ഷിച്ച്. ആ ടൈമിൽ തന്നെ കൗണ്ട്ലെസ് ആയുള്ള അറ്റാക്കോട്ടാണ് അവൾ വന്നത്. അല്ല, ആ ഒരു സോഡ് ടെക്നിക്ക് അടുത്ത സെക്കൻഡ് തന്നെ ഇയോൺ അവൻ്റെ സോഡ് പുറത്തെടുത്ത് അതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്. ആ കൗണ്ടർ ചെയ്യുന്ന കാണുന്നിടത്ത് അവളും ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ഇയോൺ വളരെ എളുപ്പമായി തന്നെ അവൾ ചെയ്ത ഓരോ അറ്റാക്കും കൗണ്ടർ ചെയ്തു. ഇതെങ്ങനെയെന്ന് പറയുന്നിടത്ത് ഇയോൺ ഒരു അറ്റാക്ക് ചെയ്യും അവൾ ബാക്കിലേക്ക് തെറിച്ച് പോകുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസോളം അവൾ നേരെ ബാക്കിലേക്ക് മാറി. നീ ശരിക്കും ആരാണ്? നിനക്ക് എങ്ങനെയാണ് എന്റെ സോഡ് ഫോം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്? അത് ഞാൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമല്ലേ? നീ എവിടുന്നാണ് ആ ടെക്നിക്ക് പഠിച്ചത്? അപ്പൊ അവന് ടെക്നിക്ക് അറിയാം? ഇല്ല. അങ്ങനെ നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോ? ആ സോഡ് ടെക്നിക്ക് ഞങ്ങളുടെ സെറ്റിന്റെ ഒരു യൂണിക് ഉള്ള ടെക്നിക്കാണ്. എന്ത്? ആ സോഡ് ടെക്നിക്ക് ഡിമോണിക് റീച്ചിങ് സോഡ് സെറ്റിന്റെ ആണെന്നോ? പക്ഷേ ഞാനിതുവരെ സോഡ് ഡീമന് ഒരു പ്യൂപ്പിളുള്ള കാര്യം കേട്ടിട്ടില്ലല്ലോ. സോഡ് ഡീമനോ? ആ സമയത്ത് വാങ്ങിച്ചൊതുക്കും ചെയ്. അല്ല മൈലോഡ്, എന്തിനാ സോഡ് ഡീമന്റെ പേര് പറഞ്ഞത്? ആ ടെക്നിക്ക് ഇവോൾഡ് ഡീമോൺ സോഡാണ്. ആ പവർഫുൾ ആയ ടെക്നിക്ക് ദി ഇവോൾഡ് ഡീമോൺ സോഡാണെന്നോ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതല്ലേ നമ്മുടെ ഡീമൺ ലോണിന്റെ സോഡ് ടെക്നിക്കിനെ റൈവൽ ചെയ്യുന്ന ടെക്നിക്ക്. ആ ടെക്നിക്ക് 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടെന്നല്ല കേട്ടിട്ടുള്ളത്. അല്ല, അതിനു പുറമെ മൈലോഡ്, താങ്കൾ എങ്ങനെയാണ് ആ ടെക്നിക്ക് കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്തത്? നീ ആരാണ്? നീ നെയിംലെസ്സിന്റെ ഒരു മെസ്സഞ്ചർ ആണോ? നെയിംലെസ്സോ? അതാരാണ്? കേട്ടിട്ട് അവനതിനെപ്പറ്റി അറിഞ്ഞുകൂടെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, അവനെന്തായാലും ഒരു ഔട്ട്സൈഡറിനെ ഈ ഒരു ടെക്നിക്ക് പഠിപ്പിക്കാനും ചാൻസ് ഇല്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇവന് ഇവോൾഡ് ഡീമോൺ സോഡ് അറിയാവുന്നത്? അതുമാത്രമല്ല, അവൻ എൻ്റെ ഫോം കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്തിരിക്കുന്നു. അതെന്തായാലും എൻ്റെ ടെക്നിക്കിനെ പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ഇവൻ പറയും ചെയ്യും, എന്തായാലും സോഡ് ഡീമിൻ്റെ ആ ഒരു മാനുവലിനെ പറ്റി ഇവൾക്ക് അറിയാമെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു തവണ കൂടെ ചോദിക്കും, ആ ടെക്നിക്ക് നീ എവിടെ നിന്നാണ് പഠിച്ചത്? ദി ഇവോൾഡ് ഡീമൺ സോഡ് എന്ന് പറയുന്നത് ഡീമൺ സോഡ് സെറ്റിൻ്റെ ആണ്. പക്ഷെ ഞാനല്ലേ ചോദിക്കേണ്ടത്, നീ എവിടെ നിന്നാണത്? നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ആ ശരിയാണ്, ദി ഇവോൾഡ് ഡീമൺ സോഡ് ടെക്നിക്ക് ഒരു സോഡ് ടെക്നിക്കാണല്ലോ, അത് സോഡ് ഡീമൻ്റെ. പക്ഷേ നീ ഒരു സോഡ് ഡീമന്റെ സെറ്റിലെ പാർട്ടല്ലല്ലോ. പിന്നെങ്ങനെയാണ് നിനക്കതറിയാവുന്നത്? നീ എത്ര ധൈര്യം കൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്? നിനക്ക് ശരിക്കും മരിക്കാൻ ഇത്രക്ക് ആഗ്രഹമുണ്ടോ? അടുത്ത സെക്കൻഡ് തന്നെ അവൾ നേരെ ഇവൻ്റെ നേരെ റഷ് ചെയ്ത് ചെല്ലുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ നിന്നെ കാണിച്ചു തരാം എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. അവൾക്ക് ഓൾറെഡി മനസ്സിലായി ഇവളുടെ ഡീമോൺ സോഡ് എൻ്റെ മേത് വർക്കാവത്തില്ലെന്ന്. പക്ഷേ എന്നിട്ടും അവൾ എന്താണ് ഇത്ര കോൺഫിഡൻറ്റ്? ആ സമയത്ത് അവളുടെ അറ്റാക്ക് ഇവൻ്റെ നേരെ വരുന്നുണ്ട്. അവനട്ടെ അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ആ ഒരു അറ്റാക്ക് പലതായിട്ട് പിരിഞ്ഞ് അവൻ്റെ ബാക്കിൽ കൂടെ വരും. പക്ഷേ ഇവൻ അതെല്ലാം വളരെ നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്തു. ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇവളുടെ ഡീമൺ സോഡ് ഒഴിച്ച് നോക്കാത്തത് കുറച്ച് ഡിഫറൻ്റ് ആണ്. അവൾ അതിൻ്റെതായ വീക്ക് സ്പോട്ട്സ് കണ്ടെത്തിയിരിക്കുന്നു. നീ എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. എങ്കിൽ പിന്നെ എന്ന് പറഞ്ഞോട് അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ സോഡ് അവൻ ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇയാളെ നന്നായിട്ട് പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൾ പതുക്കെ സ്ട്രഗിൾ ചെയ്യാനും തുടങ്ങി. അപ്പം ശരിയാണ്, ഇവന് ശരിക്കും ഇവളുടെ ഡീമൺ സോഡ് എന്താണെന്നറിയാം. ആ ടൈമിൽ തന്നെ ഒരു അറ്റാക്ക് ചെയ്യുന്നത് അവൾ നേരെ ബാക്കിലേക്ക് ഡോഡ് ചെയ്ത് മാറിയിട്ട് അവളുടെ പോസ്റ്റർ തന്നെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാനിതാ നായകളുടെ മേത്ത് യൂസ് ചെയ്യാനാണ് കരുതിയിരുന്നത്. പക്ഷേ ഇനി അതിവിടെ യൂസ് ചെയ്യാം. അത് ഫസ്റ്റ് ഫോമാണല്ലോ. ഇനി എങ്ങാനും അതെന്ന് പറഞ്ഞപ്പോൾ അവൾ ചാടി ഒരു അറ്റാക്ക് ചെയ്തിട്ട് വരികയും ഇയോട്ടെ അത്
കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ ആ ടൈമിൽ തന്നെ അവൾ വീണ്ടും മൾട്ടിപ്പിൾ ആളെ പലതരത്തിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം, ഇതെല്ലാം ഇവൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഇതേ സമയം ഇതെല്ലാം കാണുന്ന വാങ് പറയുകയും ചെയ്യും. അത് കണ്ടിട്ട് കംപ്ലീറ്റ്ലി ദി 7 ഡീമൺ സോർട്ട് ടെക്നിക്ക് പോലെയുണ്ടല്ലോ, ഇവൻ ശരിക്കും ആരാണ്? ഇവൻ ഇപ്പോൾ ഡീമൺ സോർട്ട് പഠിച്ചത് മാത്രമല്ല, അവൻ ഈ സോർട്ടിനെ പറ്റി അറിയാമല്ലോ. അല്ല, ഇത് കണ്ട ഒരു സോർട്ട് ഫോം പോലെ തോന്നും, പക്ഷേ അവൻ ചെയ്യുന്ന മെത്തേഡ്, അത് പെർഫോം ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇവൻ ശരിക്കും ആരാന്ന് പറയുന്നിടത്ത് അവൾ ചെയ്യുന്ന അറ്റാക്ക് ഇവൻ താഴത്തൂടെ ഡോഡ് ചെയ്ത് വരികയും അവളാട്ടെ ഞെട്ടിപ്പോക്കുകയും ചെയ്യും. കാര്യം അവൾ അവൻ്റെ ട്രാപ്പിൻ്റെ ഉള്ളിലേക്ക് വീണു. ഈ സമയത്ത് കറക്റ്റ് സമയമാണെന്ന് മനസ്സിലായി ഇവൻ നേരെ അവിടേക്ക് എന്ന് ഒരറ്റാക്ക് ചെയ്ത് അവളുടെ സോഡ് തെറിപ്പിച്ച് കളയുകയും ചെയ്യും. അവളാട്ടെ തീർച്ച ബാക്കിലേക്ക് പോകുന്നിടത്ത് ഇവനൊരു കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അവൾക്ക് മനസ്സിലായി അവളുടെ കഥ കഴിഞ്ഞെന്ന്. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ കണ്ണുകൾ അടച്ചു കളയായി അവൾ നേരെ താഴ്ത്തു വന്ന് വീഴുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് തന്നെ തന്റെ സോഡ് അവളുടെ കഴുത്തിലെടുത്ത് വെച്ചിട്ട് പറയും ചെയ്യും, അല്ല ഇനിയും നിനക്ക് കണ്ടിന്യൂ ചെയ്യണോ? എനിക്കുറപ്പാണ് ഞാൻ കണ്ടത് എന്താണെന്ന്. അതിനൊരു ഡൗട്ടും ഇല്ല. അവനിപ്പോൾ പെർഫോം ചെയ്തിട്ടുള്ളത് അത് അതേ ഫോം തന്നെയാണ്. ആ നെയിംലെസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ആളുടെ സോർട്ട് ഫോമും ആ ഒരു കോഡിഫൈങ്ങുള്ള ഫൈറ്റിംഗ് ഫോമും. ഇനി പറ, നീ എവിടെ നിന്നാണ് ആ സോർട്ട് ടെക്നിക് പഠിച്ചത്? എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ എൻ്റെ കൈകൾ തരുന്നു. ഈ കൈ നിനക്ക് എടുക്കാവുന്നതുകൊണ്ട് അവളുടെ കൈ അവൾ പൊക്കിക്കൊടുക്കുകയും ചെയ്യും. ഇവള് കംപ്ലീറ്റ്ലി സ്റ്റബോർഡാണ്. പക്ഷേ ഇവൾ പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിംലെസ് അവൻ എന്തൊരു കണക്ഷനുണ്ട്. കോപ്പ്, ഞാനിത് എന്ത് ചെയ്യും? എങ്കിൽ മറ്റൊരു കാര്യത്തിനെ പറ്റി നമുക്ക് സംസാരിക്കാം. നിനക്ക് ഷാഡോ സെറ്റും സോർട്ട് സെറ്റും ഉള്ള ടൈപ്പ് എന്താണ്? എന്ത് കാര്യം? അവരുള്ള ഈ ലോകത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ ഒരാഗ്രഹവുമില്ല. അല്ല, നീ ആ 7th യങ് മാസ്റ്ററാണോ കൾട്ടിൻ്റെത്? അപ്പൊ നീ എന്നെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? ആ, എൽഡേഴ്സിന്റെ പല മീറ്റിങ്ങിലും നിന്നെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇവൻ ചോദിക്കുന്നത് ഞാൻ അവരുടെ കൂടെ ആണോ എന്നാണ്. പക്ഷേ എൻ്റെ ദേഷ്യം കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിനക്ക് പറയാൻ സാധിക്കും എനിക്ക് അവരുമായിട്ട് ഒരു ടൈ അപ്പ് ഉണ്ടെന്ന്. പക്ഷേ അതിൽ ചോരയട കുറയുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പ് സോഡിയോന് 3 മെസ്സഞ്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജുറങ് മു, ഹോങ്സു ഇയോൺ ആൻഡ് ചിയോങ് ഗിയോങ്. സോഡിയമിന് എല്ലാത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നത് ലോയാലിറ്റി ആയിരുന്നു. ആ ഒരു ഡിമോണിക് കൾട്ടിലെ ലോയാലിറ്റി. അതുകൊണ്ട് തന്നെ ആ 3 മെസ്സഞ്ചേഴ്സിൽ നിന്ന് ഏറ്റവും സ്കിൽഫുൾ ഉള്ള ഒരാളെ അവന്റെ പ്യൂപ്പിളാക്കാൻ അവൻ തീരുമാനിച്ചു. ഡീമൺ സോർട്ട് സെക്റ്റിന്റെ ആ ഒരു ട്രഡീഷൻ അങ്ങനെയായിരുന്നു. ഒരാൾക്ക് മാത്രമേ അത് പാസ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള 2 പേര് അന്നത്തെ പെട്രിയച്ചുള്ള മൂഹോന്റെ ആ ഒരു ബോഡി ഗാർഡ്സ് ആയിട്ട് മാറും. പക്ഷേ ഗിയോങ് ചിയോണും ആൻഡ് ഗുറാങ്മും അവർ 2 പേരും കംപ്ലീറ്റ് ഒരു പ്രോഡിജീസ് ആയിരുന്നു. അത് മാത്രമല്ല അവർക്ക് ആക്രാന്തം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ അന്ന് അവർ പെട്രിയച്ചിട്ട് കല്യാണം കഴിക്കുകയുണ്ടായി. എന്നാൽ സോഡിയമിന് ഇത് കംപ്ലീറ്റ്ലി ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവന്റെ പ്രസ്റ്റീജ് കളങ്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അവർ 3 പേരെ അവൻ അബാൻഡൻ ചെയ്തു. എന്റെ ആൻസസ്റ്ററായ ഹോങ്സു ഇയോൺ ശരിക്കും വർക്ക് ചെയ്തിരുന്നു ഈ ഒരു ലെഗസി മുന്നോട്ട് കൊണ്ടുവന്നിട്ട്. പക്ഷേ ആ ബാക്കി 2 പേര് അത് കംപ്ലീറ്റ്ലി തൊലച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ സോഡിയമൻ പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഫോം പറഞ്ഞു കൊടുത്തിരുന്നില്ല. സോഡിയമൻ ഒഫീഷ്യലായിട്ട് ഒരു പീപ്പിളിനെ പോലും അന്ന് പഠിപ്പിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലെഗസി അന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. എന്റെ ആൻസസ്റ്റേഴ്സ് ഉള്ള ഹോങ്സു ഇയോൺ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് കണ്ടുകൊണ്ട് 2ാമത്തെ ഒരു സോഡ് ഡീമൺ സെക്റ്റിയെ കണ്ടെത്തി. പക്ഷേ ബാക്കിയുള്ളവരാരും അത് റെക്കഗ്നൈസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു അടച്ചു പൂട്ടിയുണ്ടായി. അതിൽ പരമായിട്ട് എന്നാൽ ആ സെയിം കൗൺസിൽ ആ ബാക്കിയുള്ള 2 നാറുകളുണ്ടല്ലോ, അവരുടെ ക്ലാൻ ഉണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് ഇന്ന് കാണുന്ന ആ ഷാഡോ സെറ്റും പിന്നെ ആ സോർട്ട് സെറ്റും. എന്റെ ആൻസസ്റ്ററിന് അതൊട്ടും തന്നെ അക്നോളജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശരിക്കും ദേഷ്യപ്പെടുകയും പെട്രേച്ചുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുകയും ചെയ്തു. പെട്രേച്ചിന്റെ എതിരെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 10 വർഷത്തോളം കഠിന തടവിന് ഇടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് ബാക്കിയുള്ള 2 സെറ്റ്സും അദ്ദേഹത്തിന് എത്താൻ സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് എത്തിയിരുന്നു. സോ തൽക്കാലം അദ്ദേഹം മറ്റൊരു കാര്യം തീരുമാനിച്ചു. അങ്ങനെയാണ് ദി ഡീമോണിക് റീച്ചിങ് സോർട്ട് സെറ്റ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതും കൂടാതെ 3 കാര്യങ്ങൾ മാത്രം അദ്ദേഹം ഫോക്കസ് ചെയ്തുള്ളൂ. ആദ്യത്തേത് ദി ട്രൂ ലെഗസി, ഡീമൺ സോർട്ട് സെറ്റിന്റെ ആ ഒരു ട്രൂ ലെഗസി അദ്ദേഹത്തിന് റീസ്റ്റോർ ചെയ്യണം. 2ാമത്തേത് ആ ഒരു സോർട്ട് ഡീമൺ ടെക്നിക്കും കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത് ആ ഒരു ഇവോൾവ് ഉള്ള ഡീമൺ സോർട്ട് പഠിക്കണം. ആൻഡ് 3ാമത്തേതെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി സ്ട്രേഞ്ച് ആണ്. ഇവോൾവ് ഉള്ള ഡീമൺ സോർഡ് ഇതിനകത്ത് ഇൻവോൾവ് ആയെന്ന് മാത്രമല്ല 500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ ഇവൾക്ക് എങ്ങനെയാണ് ആ 24 ഡീമൺ സോർട്ട് ടെക്നിക്ക് മനസ്സിലായതെന്ന്. കാര്യം ആ ടെക്നിക്ക് ബെർസർക്ക് സേബർ ഗോഡിന്റെ ആ ഒരു ഫൈറ്റിന് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ആൻഡ് 3ാമത്തെ പറയുന്നത് ഈ പെട്രേച്ചും ഈ കൾട്ടിനോടുള്ള ഞങ്ങളുടെ ലോയൽറ്റിയാണ്. അത് 3 സോർട്ട് ഡീമൻ അന്ന് വിഷ് ചെയ്തിരുന്നത്. എന്നാൽ ആ ഷാഡോ സെറ്റും സോർട്ട് സെറ്റും അവന്മാർ 2 പേരും നാറുകൾ കാരണം ഞങ്ങളുടെ കൾട്ട് തന്നെ ഇങ്ങനെയായി മാറി.
ഓ അപ്പോൾ അങ്ങനെയാണ് സാർ ലീ പറഞ്ഞത് സോഡിയമിൻ്റെ 3 മെസ്സഞ്ചേഴ്സ് കംപ്ലീറ്റ്ലി ഗ്രീഡ് ചെയ്യാനെന്നാണ്. അപ്പോൾ ഒരാളെങ്കിലും ഉണ്ടായിരുന്നല്ലേ ഇങ്ങനെ. സത്യം പറയുവാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സർപ്രൈസ് ആണ്. 500 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു ലോയൽറ്റി അതുപോലെ തന്നെയുണ്ടല്ലോ. ദി ഡിമോണിക് റീച്ചിങ് സോഡ് സെക്ട്, നിങ്ങൾ ശരിക്കും സോഡ് ഡീമൻ്റെ അല്ലെങ്കിൽ ആ ഒരു സോഡ് സെക്ടിനെ ഡിസെൻഡൻ്റ് ആണ്. ഞാൻ എന്താണ് ഈ കൊച്ചു പറയുന്നത് കേൾക്കുന്നത്? വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സെറ്റ് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകളാണ് ഇവനിപ്പോൾ പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ അച്ഛനോ അല്ല എൻ്റെ ആൻസസ്റ്റേഴ്സ് ആരെങ്കിലും ഇത് കേട്ടിരുന്നെങ്കിൽ അവർ. ഇനി എനിക്ക് 10th എൽഡർ ആയിട്ടുള്ള ദി ട്രൂ ഡിസെൻഡൻറ്റ് ഓഫ് ദി ഡീമോൺ സോഡ് സെക്ടിൻ്റെ മൂഹ്വായിയോനോട് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. താങ്കൾ എൻ്റെ വിറ്റ്നസ് ആകേണ്ടതാണ് മൈനർ പ്രീസ്റ്റ്ഹുഡിൻ്റെ. താങ്കൾ എൻ്റെ വിറ്റ്നസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ താങ്കൾക്കൊരു ഉറപ്പ് തരുവാണ്, ഇനി ഒരിക്കലും ആ ഒരു 6 സെറ്റ്സ് നമ്മുടെ സെറ്റിലെ ആബ്സൊല്യൂട്ട് കൺട്രോൾ ഒരിക്കലും എടുക്കത്തില്ലെന്ന്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.